അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവര് പിന്തുണയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ. അവര് ആ വാദമൊന്നും അവര് ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. ഏതായാലും വെൽഫെയർ പാർട്ടി കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലൊക്കെ UDF സഹായിച്ച പാർട്ടിയാണ്. BD സതീശന്റെയും K പ്രവീൺകുമാറിന്റെയും ഈ വാദങ്ങളെയെല്ലാം ചവിട്ടി ചമ്മന്തിയാക്കുന്ന ഒരു ഗംഭീര മറുപടി ഇന്ന് സിറാജ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുണ്ട്. SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ഈ ലേഖനം UDF നേതാക്കളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായല്ല വെൽഫെയർ പാർട്ടിയുമായാണ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ചില കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ വാദത്തിനുള്ള മറുപടിയായി ഞങ്ങൾ RSSുമായി ബന്ധമില്ല, BJPയുമായാണ് സഖ്യമുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വാദമെന്ന് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പരിഹസിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വമുണ്ടോ എന്നും റഹ്മത്തുള്ള സഖാഫി ചോദിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നേതൃസ്ഥാനത്ത് കുറച്ച് ഇതര മതസ്ഥരെ കൊണ്ടിരുത്തി ജനാധിപത്യ മുഖംമൂടി അണിയാൻ ശ്രമിക്കുന്ന ജമാഅത്തയുടെ തന്ത്രത്തെയും ഇതിൽ ലേഖകൻ പൊളിച്ചു കാട്ടുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നും ജനാധിപത്യ പാതയിലേക്ക് കടന്നു വന്നെന്നുമുള്ള VD സതീശന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ന്യായീകരണത്തിന്റെ പൊള്ളത്തരങ്ങളും ഈ ലേഖനത്തിൽ തുറന്നു കാട്ടുന്നു. ഇങ്ങനെ ഒരു അഭിപ്രായം ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല. 2019 ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന ആരിഫ് അലി മൗദൂദിയല്ല സുന്നത്തും ഖുറാനുമാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് പറഞ്ഞിരുന്നു. ഇതിനെയാണ് ജമാഅത്തെ ന്യായീകരിക്കുന്നവർ മൗദൂദിയെ ജമാഅത്തുകാർ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആവിർഭാവ കാലം മുതൽ പറയുന്നതാണ്. പക്ഷേ ഖുറാനും സുന്നത്തിനും മൗദൂദി നൽകുന്ന നിർവചനമാണ് അവർ നടപ്പിലാക്കുന്നത് എന്ന് മാത്രം. ഇതാണ് നമ്മുടെ സതീശനും മറ്റ് ആസ്മാദികളും അറിയാതെ പോകുന്നത്. മാത്രവുമല്ല, മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്ന 2019 ശേഷവും 2021 ഡിസംബറിൽ അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ IPH മൗദൂദിയുടെ മതേതരത്വം, ദേശീയത, ജനാധിപത്യം എന്ന പുസ്തകം പുറത്തിറക്കിയതും അതിലൂടെ മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്നതും ഈ ലേഖനത്തിലൂടെ റഹ്മത്തുള്ള സഖാഫി വ്യക്തമാക്കി എടുത്തു കാട്ടുന്നു. 2021 ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയ ഈ പുസ്തകം പിൻവലിച്ചതായി അവരെ മുന്നണിയിലെടുത്തവർക്ക് വല്ല തെളിവും നൽകാനാകുമോ എന്ന് സഖാഫി വെല്ലുവിളിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുൻ അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രഖ്യാപിത നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന വാസ്തവം റഹ്മത്തുള്ള സഖാഫി വ്യക്തമാക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ വന്ന ലേഖനത്തിലാണ് മതപരമായ പരമാധികാരം എന്ന പ്രത്യയശാസ്ത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാറ്റം വരുത്തിയിട്ടില്ല എന്നും മാറ്റം വരുത്തുകയില്ലെന്നും വ്യക്തമാക്കുന്നത്. എന്തായാലും സതീശനും സംഘത്തിനും ഇതുവരെ നേരം വെളുത്തിട്ടില്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി എത്ര വലിയ അപകടം പിടിച്ച പ്രത്യയശാസ്ത്രമാണെന്ന ബോധം മുസ്ലിം സമുദായത്തിലെ തന്നെ ഇതര സംഘടനകൾക്കുണ്ടെന്ന യാഥാർത്ഥ്യം കൂടി വരച്ചു കാട്ടുന്നതാണ് സിറാജ് പത്രത്തിൽ റഹ്മത്തുള്ള സഖാഫി എളമരം എഴുതിയ ലേഖനം.